നമസ്കാരം. വളരെ നിർണായകമായ വാർത്തകളാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യസ്ഥിതി വളരെയധികം ഗുരുതരമായി മാറുന്നു. ചില എക്സ് റിപ്പോർട്ടുകൾ ഡൊണാൾഡ് ട്രംപ് അന്തരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരെ പുറത്തു വരുന്നു. പക്ഷേ ട്രംപിന്റെ ആരോഗ്യസ്ഥിതി വളരെയധികം വഷളായി മാറുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. വാൾട്ടർ റീഡ് നാഷണൽ മെഡിക്കൽ സെന്ററിലേക്ക് ട്രംപിനെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എക്സിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വളരെ ശക്തമായി തന്നെ ഈ റിപ്പോർട്ടുകൾ തുറന്നു വരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ വൈറ്റ് ഹൗസ് ഇത് മാക്സിമം പുറത്തു വിടാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നതും കൂടി പറയാതിരിക്കാൻ കഴിയില്ല. വൈറ്റ് ഹൗസ് എപ്പോഴും ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും വൈറ്റ് ഹൗസ് കൃത്യമായ നിലപാടുകളോ വാർത്തകളോ പുറത്തു വിടാറുമില്ല. അദ്ദേഹത്തിന്റെ കൈക്കും കഴുത്തിലുമൊക്കെ റാഷസും വളരെയധികം ഗുരുതരമായിട്ടുള്ള മാർക്കുകൾ വരുമ്പോൾ പോലും അതൊക്കെ മേക്കപ്പ് വെച്ച് മറയ്ക്കാൻ മാത്രമേ വൈറ്റ് ഹൗസ് ഇതിന് മുൻപും ശ്രമിച്ചിട്ടുള്ളൂ. ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇതുപോലുള്ള സ്പെക്കുലേഷൻസ് വരുന്നുണ്ടെങ്കിൽ പോലും ട്രംപിന് വയ്യ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് ആരോഗ്യപരമായി വളരെയധികം ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിർത്തുന്നുണ്ട് എന്നതുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് പ്രസിഡന്റ് ട്രംപിന്റെ ആദ്യത്തെ ടേമിൽ പോലും അദ്ദേഹം മീഡിയയുമായിട്ട് സംസാരിക്കുന്ന സമയമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന സമയമോ ഏകദേശം രാവിലെ 10:08 ആരംഭിക്കും ഓൺ ആൻ ആവറേജ്. എന്നാൽ ഇവിടെ രണ്ടാം ടേമിലേക്ക് അദ്ദേഹം വരുമ്പോഴേക്കും ഇത് ആരംഭിക്കുന്നത് ഏകദേശം ഉച്ചയോടുകൂടിയാണ്. 12 മണി കഴിയും അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തിച്ചു തുടങ്ങാൻ, അദ്ദേഹം വർക്ക് ചെയ്ത് തുടങ്ങാൻ. എന്നാൽ ഏകദേശം 5 മണിയോടുകൂടി ആദ്യത്തെ ടേമിലും രണ്ടാമത്തെ ടേമിലും അദ്ദേഹത്തിന്റെ ജോലികൾ പൂർത്തിയാക്കുകയും ചെയ്യാറുണ്ട്. ട്രംപ് അമേരിക്കയിൽ തന്നെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മടിയനായ പ്രസിഡന്റാണെന്നുള്ള പേര് അപ്പോൾ മുതൽ തന്നെ സമ്പാദിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ ടേമിനേക്കാൾ രണ്ടാമത്തെ ടേമിലേക്ക് വരുമ്പോഴേക്കും കണക്കുകൾ പ്രകാരം, ന്യൂയോർക്ക് ടൈംസിന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം 39% അദ്ദേഹത്തിന്റെ വർക്കിൽ കുറച്ച് കാണിച്ചിട്ടുള്ളത് എന്നത് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ സ്റ്റീഫൻ ചോങ് എന്ന വൈറ്റ് ഹൗസിന്റെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറിന്റെ ഒരു പോസ്റ്റ് വളരെയധികം ശ്രദ്ധേയമായിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ അദ്ദേഹം മെൻഷൻ ചെയ്ത വാചകങ്ങൾ ഇപ്രകാരമാണ്. നമുക്ക് ആ പോസ്റ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പോവാം. There has never been a president who has worked harder for the American people than President Trump. On this Easter weekend, he has been working non-stop in the White House and Oval Office. God bless him എന്നുള്ളതാണ് സ്റ്റീഫൻ ചോങ്ങിന്റെ ട്വീറ്റ് വന്നിരിക്കുന്നത്. അതിനെ റീപോസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റീഫൻ മില്ലറും എത്തിയിട്ടുണ്ട്. പക്ഷേ ട്രംപുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വളരെയധികം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഈ വാർത്തകൾ കൂടുന്നത്. ഓർക്കുക, ഈസ്റ്ററും കൂടിയാണ്. ഈസ്റ്റർ ദിനത്തിലൂടെ ഈ വാർത്തകൾ കൂടി പുറത്തു വരുന്നത് എന്നതും കൂടി ഏറ്റവും നിർണായകമായ കാര്യവും കൂടിയാണ്. മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് പോസ്റ്റഡ് ഡ്രാമാറ്റിക് ആൻഡ് അൺവെരിഫൈഡ് ക്ലെയിംസ് അബൌട്ട് ട്രംപ്സ് ഹെൽത്ത് കണ്ടീഷൻ, മെനി സൈറ്റിംഗ് അൺനെയിംഡ് സോഴ്സസ്. പലതുമായിട്ട് ബന്ധപ്പെട്ടും ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടും വാൾട്ടർ റീഡിൽ ആശുപത്രിയിൽ അദ്ദേഹം അഡ്മിറ്റഡ് ആണെന്നും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, വാൾട്ടർ റീഡിലേക്ക് പോകുന്ന വഴിയെല്ലാം അടച്ചിട്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്. അങ്ങനെ അടച്ചിടണമെങ്കിൽ പ്രസിഡന്റ് അതിനകത്തുണ്ട് എന്നുള്ളത് ഒരു ചോദ്യവുമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ചില അക്കൗണ്ടുകളിൽ നിന്നും ഇത് ബേസ്ലെസ് ആണ്, ഇത് വെറും റൂമേഴ്സ് മാത്രമാണ് എന്ന് പറയുന്ന അക്കൗണ്ടുകളും കൂടി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ആർക്കും മറച്ചു വെക്കാൻ കഴിയില്ല. ട്രംപിന്റെ ആരോഗ്യസ്ഥിതി ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. 79 വയസ്സുകാരനായ ട്രംപിന് അദ്ദേഹത്തിന്റെ ആരോഗ്യം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പോലും അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂയോർക്ക് ടൈംസിൽ തന്നെ അവർ കൊടുത്തിരിക്കുന്ന വാർത്ത പോലും ഇങ്ങനെയാണ്: ഷോർട്ടർ ഡേയ്സ്, സൈൻസ് ഓഫ് ഫെറ്റീഗ്, ട്രംപ് ഫേസസ് റിയാലിറ്റീസ് ഓഫ് ഏജിംഗ് ഇൻ ഓഫീസ്. അദ്ദേഹത്തിന്റെ ദിവസങ്ങൾ കുറയുന്നു, അദ്ദേഹത്തിന്റെ വർക്ക് സ്പേസ് കുറയുന്നു, അദ്ദേഹത്തിന്റെ ആരോഗ്യ സംബന്ധമായ അസുഖങ്ങൾ കൂടുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ വല്ലാതെ മോശമായി കാണിക്കുന്നു. ട്രംപ് ഗുരുതരാവസ്ഥയിൽ നിൽക്കുക തന്നെയാണ് എന്നുള്ളത് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് എക്സിലും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഏറ്റവും പ്രധാനപ്പെട്ടതായി നിൽക്കുന്നതും ട്രംപിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, റിപ്പോർട്ടുകൾ തന്നെയാണ്. വൈറ്റ് ഹൗസ് അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല, നാളുകളായി ട്രംപിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലുള്ള വാർത്തകൾ വൈറ്റ് ഹൗസ് പുറത്തു വിടാറുമില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത്. വൈറ്റ് ഹൗസ് ഇന്നൊരു പ്രസ് ലീറ്റ് നടത്തി ഒരു 11:08 മണിക്ക്, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് no further public appearances or media interactions by the president for the rest of the day. ഇന്ന് അതാണ് ഏറ്റവും കൂടുതൽ സ്പെക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു കാരണവുമായിട്ട് നിൽക്കുന്നത്. പെട്ടെന്നാണ് ഒരു പ്രസ് ലീറ്റ് രാവിലെ 11:08 വൈറ്റ് ഹൗസ് വിളിക്കുന്നത്. പ്രസ്സുമായി ബന്ധപ്പെട്ടോ സംസാരിക്കത്തിനോ ഫോട്ടോഗ്രാഫ്സിനോ ഒന്നും തന്നെ ട്രംപിന് തയ്യാറാവില്ല എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിനുശേഷമാണ് ട്രംപുമായി ബന്ധപ്പെട്ട് വാൾട്ടർ റീഡ് ആശുപത്രിയിലേക്ക് ട്രംപ് മാറിയിരിക്കുന്നു എന്നത് സംബന്ധിച്ച് വരുന്നത്. പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള അങ്ങനെ ക്ലെയിംസ് വരാൻ സാധ്യതയുമില്ല. കാരണം ഇതിനു മുമ്പും ട്രംപിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കും വൈറ്റ് ഹൗസിന്റെ ഒഫീഷ്യൽ ഭാഗത്ത് നിന്നും
എന്നൊന്നും ഒരു തരത്തിലും അങ്ങനെ പറയാറില്ല. അതെല്ലാം മറച്ചു വെക്കാറാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് കാര്യങ്ങൾ കുറച്ചുകൂടി കൈവിട്ട് പോവുകയാണ്. പല അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ട്രംപ് മരണപ്പെട്ടു എന്നുള്ള ചോദ്യചിഹ്നത്തിൽ പോലും നിർത്തി നിൽക്കുന്ന പല വാർത്തകളും വരുന്നുണ്ട്. സാധാരണയായി എക്സിലും ഒക്കെയായി നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ കാണാറുണ്ട്. ഇത് ഭയങ്കരമായിട്ട് ചിലതിൽ ഫാക്ച്വൽ ആയിരിക്കും, ചിലത് ഫാക്ച്വൽ അല്ലായിരിക്കാം. പക്ഷേ ഇദ്ദേഹത്തിന്റെ ആരോഗ്യ സംബന്ധവുമായി ബന്ധപ്പെട്ടുള്ള കുറേ നാളുകളായിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വാൾട്ടർ റീഡ് ആശുപത്രിയിൽ ട്രംപ് അഡ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ ട്രംപ് അങ്ങോട്ടേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത്. വളരെ നിർണായകമായ റിപ്പോർട്ടാണ്. ഈ മണിക്കൂറുകളിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം അത് ഏറ്റവും നിർണായകമായിട്ട് ഉള്ള റിപ്പോർട്ടുകളായിട്ട് വൈറ്റ് ഹൗസ് പൂഴ്ത്തി വച്ചേക്കുന്നതാണെങ്കിൽ അത് പുറം ലോകത്തിലേക്ക് അറിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും വൈറ്റ് ഹൗസ് കിടുങ്ങുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. ആ അവസ്ഥയിലൂടെയാണ് നിലവിൽ ഇപ്പോൾ വൈറ്റ് ഹൗസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഇപ്പോൾ ഇത് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഒരു വൈറസ് പോലെ ഇപ്പോൾ ഈ വാർത്ത സ്പ്രെഡായിരിക്കുന്നു എന്നതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.